ഇത് മഹാലിംഗ ഘോഷയാത്രയാണ്. ഇതെന്ന് പറയുന്നത് 108 അഷ്ടോത്തരി മന്ത്രങ്ങളുണ്ട്. അപ്പൊ അതില് ഓരോ വർഷവും ശിവലിംഗം ഇങ്ങനെ പ്രദർശിപ്പിക്കും. ഓരോ ശിവരാത്രിക്കും അങ്ങനെ 108 വർഷം പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയൊരു ഭഗവാന്റെ പ്രതിഷ്ഠയാവും. അപ്പോ ഇതിപ്പോ 7 കഴിഞ്ഞ് 8ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. 8ാമത്തെ ശിവരാത്രി വരുമ്പോ 8ാമത്തെ വർഷം ദർശിക്കും. ഞാനിവിടെ നിത്യേന എല്ലാ ദിവസം ഞാനുള്ള ദിവസങ്ങളിലൊക്കെയും ഭഗവാനെ തൊഴാൻ വേണ്ടി വരാറുണ്ട്. അഭിഷേകം ചെയ്യാറുണ്ട്. ജലധാര, പാലഭിഷേകം, ഭസ്മാഭിഷേകം, ദീപാഭിഷേകം, അങ്ങനെ എല്ലാ അഭിഷേകവും ചെയ്യാറുണ്ട്. പുഷ്പാർച്ചന ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഓരോരോ അഭിഷേകങ്ങൾ ഓരോ അമാവാസിക്കും പൗർണമിക്കും ഉണ്ടാവാറുണ്ട്. കറുത്തവാവും വെളുത്തവാവും രണ്ട് പ്രാവശ്യം പ്രോഗ്രാം എല്ലാ മാസവും നടക്കാറുണ്ട്. അപ്പോൾ നിത്യേന ഡെയിലി നമുക്ക് എപ്പോ വേണോ ഏത് സമയത്തും ഇവിടെ വന്ന് നമുക്ക് ആരാധിക്കാനും തൊഴാനൊക്കെ പറ്റും. ഭഗവാനിൽ എന്ത് നമ്മൾ അർപ്പിച്ചാലും അതിനുള്ള മറുപടി നമുക്ക് കിട്ടാറുണ്ട്. എന്റെ അനുഭവം വെച്ച് എനിക്ക് ഭഗവാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്റെ വളർച്ച തന്നെ അല്ലെങ്കിൽ അമയപ്രസാദിനെ ഇതുവരെ എത്തിച്ചതും ഭഗവാൻ തന്നെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാനിവിടെ വന്നിട്ട് 4-5 വർഷം കഴിഞ്ഞു. ആ തുടക്കം മുതല് ഞാനൊരു കമ്മ്യൂണിറ്റി ആയ സമയം മുതലേ ഭഗവാനിൽ അറിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും എനിക്ക് ഉയർച്ച തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും നല്ല നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭഗവാനെ കൈവിടാതെ പിടിച്ചിട്ടുണ്ട്. ഭഗവാനെ തന്നെയാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം. ഭക്തജനങ്ങളെ, തിരുവനന്തപുരത്ത് പാപ്പനംകോട് കൈമനം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. കേരളത്തിൽ വളരെ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന, ഇനി നാളൊരു കാലത്ത് പ്രശസ്തി ആർജിക്കേണ്ട ഒരു ബാലയാലയ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. മഹാലിംഗ ഘോഷയാത്ര ബാലാലയമാണ് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ പ്രതിഷ്ഠയാണ്. ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്തനും ഭഗവാനും തമ്മിൽ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അത് ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും, ഇവിടെ അമ്പലത്തിൽ പൂജാരിയില്ല, നിവേദ്യമില്ല, ഇങ്ങനെയുള്ള പല ക്ഷേത്ര ചടങ്ങുകൾ, ദീപാരാധന, അങ്ങനെയുള്ള ക്ഷേത്ര ചടങ്ങുകൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായില്ല. കാര്യം ഇവിടെ വരുന്ന ഏതൊരു ഭക്തനും ഭഗവാന് ജലധാരാഭിഷേകം ചെയ്യാം, പുഷ്പാഭിഷേകം ചെയ്യാം, പഞ്ചാമൃതാഭിഷേകം ചെയ്യാം, ഭസ്മാഭിഷേകം ചെയ്യാം, എല്ലാം ചെയ്യാം. അതാ ഭക്തനും ഭഗവാനും ചേരുന്ന ഒരു പ്രതിഷ്ഠയാണിത്. ബാലാലയ പ്രതിഷ്ഠയാണ്. മഹാശിവലിംഗ ഘോഷയാത്ര പ്രതിഷ്ഠയാണ്. 108 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ഈ കാണുന്ന 12 സെന്റിമീറ്ററിൽ തുടങ്ങി ഇന്ന് ഏകദേശം ഒരു 2-2.5 അടി ഹൈറ്റിൽ നിൽക്കുന്നു. 100 വർഷങ്ങൾ കഴിയുമ്പോൾ ഏകദേശം 35 അടി ഹൈറ്റിൽ, 35 പൊക്കത്തില് ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. അത് ഈ കേരളത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മഹാശിവലിംഗ പ്രതിഷ്ഠയായിട്ട് മാറുന്ന ഒരു അമ്പലത്തിന് മുന്നിലാണ്, ഒരു ബാലാലയ പ്രതിഷ്ഠയുടെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അന്ന് ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല, നിങ്ങളുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വരും തലമുറകൾ അന്ന് ഈ ക്ഷേത്ര ചടങ്ങിനെ ആരാധിക്കുന്ന ഒരു വലിയൊരു പ്രതിഭാസത്തിന് മുന്നിലാണ് ഞാൻ നിങ്ങളെ നിൽക്കുന്നത്. ഒരു ദിവസം യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു അപ്പച്ചിയുടെ മകള് എന്നോട് പറഞ്ഞ്, ചേച്ചി ഞാനിങ്ങനെ ഒരു ശിവലിംഗത്തെ അങ്ങനെ കണ്ടു, നീ എവിടെ പോയിട്ടുണ്ടോ, ഈ കരമന ഭാഗത്താണെന്ന് പറഞ്ഞു. അപ്പോ പുള്ളിക്കാരിയുടെ ഒരു നിർബന്ധം, പോണം, അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് ഞങ്ങളൊരു ദിവസം എന്താ പറയാ, ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്പലത്തിൽ വരുമ്പോ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ ആ വന്ന സമയം തൊട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ഇപ്പൊ അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കൈവിട്ടു പോയതിൽ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന മേഖലയിലേക്ക് ഞങ്ങൾ എത്തി. അതാണ് ശരിക്കും പറഞ്ഞത്. ഞങ്ങൾക്കൊരു സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വേദനയോടുകൂടി എത്തുന്നത്. പക്ഷെ അതിനേക്കാളും നല്ലൊരു രീതിയിൽ അത് തിരിച്ച് ഞങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ അനുഗ്രഹമുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ വരുന്ന ഫസ്റ്റ് ടൈം വന്ന നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ മഹാദേവനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ലിംഗത്തിലല്ല നോക്കി പ്രാർത്ഥിച്ചത്, ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഭഗവാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നത് മാതിരി തന്നെ തോന്നി. ഇപ്പോ അറ്റ് ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ, ഇവിടെ മുരുക ഭഗവാൻ വരുന്നതിന് തൊട്ട് മുന്നേ എന്നെ മുരുക ഭഗവാനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്നതായിട്ട്. ഞാനിപ്പോ ഇവിടുത്തെ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിന്ന് മുരുകനെ കണ്ടു, വേലോടുകൂടി വരുന്നത്. അന്നാണ് ഇവിടെ മുരുകനെ വെച്ചത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് തന്നെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു 5-6 പേരുണ്ട് ഒരു ടീം. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പുറകെയായിരുന്നു. അപ്പോഴാണ് ഇവിടെ യാദൃശ്യമായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇന്ന് വരാനിരുന്നതാണ് എല്ലാവരും, 2 പേര് മാത്രമായി പോകും. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, ഇവിടെ വന്ന് ആ ഒരു ഫീൽ, ഭഗവാന്റെ ഒരു ഫീൽ അറിയാൻ കഴിഞ്ഞു.
जय जय शिव शंभो